അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ പിതാവ് ഇസ്ലാം സ്വീകരിച്ചിട്ടുണ്ട്. പക്ഷെ അത് വളരെ വളരെ ലേറ്റ് ആയിട്ടാണ്. അബൂ കുഹാഫ എന്ന് നമുക്കറിയാം, അബൂബക്കർ ഇബ്നു അബീ കുഹാഫ എന്നാണല്ലോ നമ്മൾ പറയാം. അബൂ കുഹാഫ ഇസ്ലാം സ്വീകരിച്ചത് വളരെ ലേറ്റ് ആയിട്ടാണ്, മക്ക വിജയത്തിന്റെ സമയത്താണ്. ആ മക്ക വിജയത്തിന്റെ സമയത്ത് നമുക്ക് ചരിത്ര ഗ്രന്ഥങ്ങൾ കാണാൻ കഴിയും. അബൂ കുഹാഫ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സന്നിധിയിലേക്ക് കടന്നു വന്നുകൊണ്ട് അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ച സമയത്ത് സ്വാഭാവികമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സന്തോഷം ഉണ്ടാകുന്നു. കാരണം അദ്ദേഹം മാത്രമാണ് അബൂബക്കറിന്റെ കുടുംബത്തിൽ പിന്നെ ഇസ്ലാം സ്വീകരിക്കാൻ ബാക്കി ഉണ്ടായിരുന്നത്. ആ സമയത്ത് അബൂബക്കർ റളിയല്ലാഹു അൻഹു പറയുന്ന വർത്താനമുണ്ട്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുന്നത്, പ്രവാചകരെ, ഈ സ്ഥാനത്ത് അബൂ ത്വാലിബ് ആയിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിച്ചു പോകുന്നു. അതായത് എൻ്റെ ഉപ്പ ഇസ്ലാം സ്വീകരിക്കുന്നതിനേക്കാൾ എനിക്ക് പ്രിയങ്കരമായിരുന്നത് അങ്ങയെ സംബന്ധിച്ചിടത്തോളം അങ്ങയുടെ ഉപ്പയുടെ സ്ഥാനത്തായിരുന്ന അബൂ ത്വാലിബ് ഇസ്ലാം സ്വീകരിക്കുന്നതാണ്. അത് കാണാനാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത്. അത് കാണാൻ അങ്ങേക്ക് ഭാഗ്യമുണ്ടാകാതെ എൻ്റെ പിതാവ് ഇസ്ലാം സ്വീകരിക്കുന്നതാണ് സംഭവിച്ചത് എന്നത് എൻ്റെ മനസ്സിൽ ചെറിയൊരു സങ്കടം ഉണ്ടാക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ, അതാണ് അബൂബക്കർ റളിയല്ലാഹു അൻഹു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള അദ്ദേഹത്തിന്റെ സ്നേഹം എന്ന് പറയുന്നത്, അദ്ദേഹത്തിന്റെ ആത്മബന്ധം എന്ന് പറയുന്നത്